രാത്രിയിലെ കടന്നു വന്ന എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ വീട്ടിലും സ്നേഹം വന്ദനവും അറിയിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പാടുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ നമുക്ക് കൃപ നൽകിയല്ലോ. കടന്നു വരുന്നവരും വരാത്തവരുമായിട്ടുള്ള എല്ലാവരെയും നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്നവരെ പിന്നെയും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ ജോയിച്ചാന് ഹ്യൂസ്റ്റനില് പോകുന്നു. ദാസന്റെ യാത്രയിലും തുടർന്നുള്ള ട്രീറ്റ്മെന്റിലും കൂടെ ഇരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കൈമറ്റം നാട്ടിൽ ചെന്ന് കാണും. വെള്ളിയാഴ്ച നടക്കുന്ന ക്ഷുണറില് ദൈവത്തിന്റെ പ്രത്യേക കൃപയും അനുഗ്രഹങ്ങളും അവിടെ കാണേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ മടക്കിയാത്രയിൽ കർത്താവ് കൂടിയിരിക്കണം. അതോർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവിന്റെ ദാസൻ മാതിശാമേറ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂറോപ്പിലേക്ക് പോയിരിക്കുന്നു. പോയി മടക്കയാത്രയിൽ അവിടെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ പോകുന്നിടത്തെല്ലാം ദൈവം കൂടിയിരിക്കണം. മടക്കയാത്രയിലൊക്കെ കൂടിയിരിക്കണം. അതൊക്കെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമ്മൾ അതിന്റെയും ദൈവവചനം കേൾക്കുവാനായിട്ട് പോകുന്നു. ഇത്രയും നേരം ഹല്ലേലൂയ, ദൈവം നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ കരുണ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. കൃപ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നമുക്ക് ഇനിയും ദൈവവചനം നമുക്ക് ശ്രവിക്കാം. അതിനെ കർത്താവ് സഹായിക്കട്ടെ. എല്ലാ ബഹുമാനത്തോടും കൂടി കർത്താവിന്റെ ദാസനെ ചെറിയാമ്പാസിനെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ. നമുക്കിന്ന് രാത്രി കാലം കർത്താവിൻ്റെ വചനം യെശയ്യാവിൻ്റെ പുസ്തകം 41 അധ്യായത്തിൽ നിന്ന് അതിൻ്റെ 10 വാക്യം വായിക്കാം. യെശയ്യാവ് 41:10 വാക്യം. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആമേൻ. ഹല്ലേലൂയ. ആക്ച്വലി ആ വചനം തുടങ്ങുന്നത് നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്നാണ്. എൻ്റെ പുസ്തകത്തിൽ കുഞ്ഞാച്ചാൻ വായിച്ചതുപോലെ തന്നെയാണ്. നീ ഭയപ്പെടേണ്ട എന്ന് 9ാമത്തെ വാക്യം പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ താഴത്തേക്ക് ഞാൻ നിന്നോട് കൂടെ ഇരിക്കുക. ആക്ച്വലി അത് നമ്മൾ ഇംഗ്ലീഷിൽ നോക്കുകയാണെങ്കിൽ ഫിയർ ദോ നോട്ട്, ഫോർ ഐ ആം വിത്ത് thee. He not dismayed, for I am the God. I will strengthen you and I will help thee, that I will uphold thee with the right hand of my righteousness. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്ന് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ലോകത്ത് നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ കേട്ടതായ അനേക ഭയങ്ങളുണ്ട് ലോകത്ത്. ഹല്ലേലൂയ. ഏറ്റവും പ്രധാനപ്പെട്ട ഭയം എന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങുമോ, ആണവായുധം പ്രയോഗിക്കുമോ, ഇതൊക്കെ നമ്മൾ നാളുകളായി കേൾക്കുന്ന കാര്യങ്ങളാണ്. പലതരത്തിലുള്ള ഭയങ്ങൾ. ഒരു രോഗം വന്നാൽ അത് എന്തായി തീരുമെന്നോർത്ത് നമ്മൾ ഭയപ്പെടുക. ആക്ച്വലി ദൈവം പറയുന്നുണ്ട് സാരമില്ല, നീ ഭയപ്പെടേണ്ട. നമ്മളത് കേൾക്കുന്നില്ല. നമ്മൾ നമ്മുടേതായ ചിന്തയിൽ ഇതെന്തായി തീരും, ഇതെന്ത് രോഗമായത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയപ്പെടുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും തക്ക സമയത്ത് ഭവനത്തിലേക്ക് വന്നില്ലെങ്കിൽ കർത്താവ് നമ്മളോട് പറയുന്നുണ്ട് ഭയപ്പെടേണ്ട, അവരിങ്ങ് എത്തിക്കോളും. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഈ ഭയം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. എപ്പോഴും വരും, എന്താ വരാൻ താമസം തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ ഒരു പ്ലെയിനിൽ കയറി യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പേടിയാണ്. ആ പ്ലെയിൻ ഒന്ന് അനങ്ങുമ്പോൾ നമുക്ക് പേടിയാണ്. അതിനിടയ്ക്കെങ്ങാനും ക്യാപ്റ്റൻ വിളിച്ച് പറയുകയാണ് ആ പ്ലെയിൻ ഒരു എയർ പോക്കറ്റിലേക്ക് വീഴാൻ പോവുകയാണ്, അതുകൊണ്ട് എല്ലാവരും ബെൽറ്റ് ഇട്ട് ഇരുന്നോണം എന്ന് പറയുന്ന കേട്ടാൽ അപ്പോഴേ നമുക്ക് പേടി തുടങ്ങുകയാണ്. ഹല്ലേലൂയ. എങ്ങാനും ഒരു എയർ പോക്കറ്റിൽ വീണാൽ പ്ലെയിൻ ഒന്ന് കുലുങ്ങാനിടയുണ്ട്. കുലുങ്ങിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ കിടന്ന് ഭയങ്കരമായിട്ട് നിലവിളിക്കും. ഹല്ലേലൂയ. എന്നാൽ ദൈവം നമ്മുടെ കൂടെ ഇരിക്കുക. ദൈവം പറഞ്ഞു ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട എന്ന് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. അതുപോലെ ഒരുപാട് ഭയങ്ങൾ, പലതരത്തിലുള്ള ഭയങ്ങൾ. ശത്രു ആരെങ്കിലും ഒന്ന് ത്രട്ടൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെപ്പോൾ നമ്മൾ ഉപദ്രവിക്കും എന്നുള്ള രീതിയിലുള്ള ഭയങ്ങളാണ്. എന്നാൽ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, നമ്മൾ അത് അറിയുന്നില്ല. കർത്താവ് നമ്മളോട് പറയുന്നുണ്ട് അവൻ ത്രട്ടൻ ചെയ്യട്ടെ, അത് നീ ഭയപ്പെടണ്ട. ഒരു രോഗം വരുമ്പോൾ, അങ്ങനെ ഓരോ പ്രയാസങ്ങളിൽ, ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നെന്ന് കേൾക്കുമ്പോൾ ഭയമാണ്. കർത്താവ് നമ്മളോട് പറയുക നീ ഭയപ്പെടണ്ട എന്ന്. നമ്മളത് കേൾക്കുന്നില്ല എന്ന് മാത്രം. ആ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട്, നീ ഭയപ്പെടണ്ട എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാരണത്താലും നമ്മൾ ഭയപ്പെടേണ്ട. ഈ ലോകത്ത് ഒരുപാട് ഭയങ്ങളുണ്ട്, ഒരുപാട് ഫോബിയാസ് ഉണ്ട്. ഏതാണ്ട് 500 കൂടുതൽ ഫോബിയാസ് ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ഓരോ ഫോബിയ വന്നിട്ട് അത് മെൻ്റൽ ഡെല്യൂഷനും ഡിപ്രഷനും ഒക്കെ ആയി തീരാൻ ഇടവരും. കർത്താവിന് അതറിയാം. അതുകൊണ്ടാണ് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫിയർ നോട്ട്, നിങ്ങൾ ഭയപ്പെടരുത്. ഒരു ദിവസം രാവിലെ നമ്മളോട് കർത്താവ് പറയുകയാണ് നീ ഭയപ്പെടണ്ട. അങ്ങനെ 365 ദിവസവും
പറയത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ വചനത്തിൽ 365 പ്രാവശ്യമാണ് ഇത് എഴുതി വച്ചിരിക്കുന്നത്. ഒരു ദിവസം രാവിലെ കർത്താവ് നമ്മളോട് പറഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ വരെ നീ ഭയപ്പെടേണ്ട എന്ന ആ വചനത്തിൻ്റെ ശക്തി നമ്മളോട് കൂടെയുണ്ട്. ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കഴിഞ്ഞ് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. എന്താ ഭ്രമിച്ചു നോക്കണ്ട എന്ന് പറഞ്ഞാൽ, യു ഡിസ്മേഡ് നോട്ട്. ഡിസ്മേഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ഭ്രമിച്ചു നോക്കണ്ട എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് ഡിസ്മേഡ്. പക്ഷേ ഡിസ്മേഡിന് മറ്റൊരർത്ഥമുള്ളത്, ഹല്ലേലൂയ, ഒരു സുഹൃത്ത് വളരെ നാളുകളായി തൻ്റെ സുഹൃത്തിനെ കാണുവാനായി ചെന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചവരാണ്. ഒരു സുഹൃത്ത് നന്നായിട്ട് പഠിക്കുന്നവന് നല്ല ജോലിയും ലഭിച്ച് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയി തിരിച്ചു വന്നു. ഈ മറ്റേ സുഹൃത്ത് അങ്ങനെ ഒത്തിരി പഠിച്ചില്ല, അവന് പഠിക്കാൻ മണ്ടനുമായിരുന്നു. അവൻ തൻ്റെ സുഹൃത്ത് വന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഓടി തൻ്റെ മറ്റേ സുഹൃത്തിൻ്റെ അടുത്ത് ചെന്നു കഴിഞ്ഞപ്പോൾ ഹി വാസ് ഡിസ്മൈഡ് അറ്റ് ദ ആക്ഷൻ ഓഫ് ഹിസ് ഓൾഡ് ഫ്രണ്ട്. അവൻ്റെ ആ പഴയ സുഹൃത്തിൻ്റെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സുഹൃത്ത്, ഈ പഠിപ്പില്ലാത്ത സുഹൃത്ത്, അവൻ ഭ്രമിച്ചു പോയി. അതാണ് ഡിസ്മൈഡ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലൊക്കെയും നമ്മൾ ഇതുപോലെ ഒരുപാട് ഭ്രമിച്ചു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് മറ്റുള്ള മതങ്ങളിൽ നിന്നൊക്കെയും മറ്റുള്ള റിലീജിയൻസിൽ നിന്നെല്ലാം കർത്താവിൻ്റെ സഭയിലേക്ക് കടന്നു വന്നവരായ പലരും, ഹല്ലേലൂയ, അവർ മനസാന്തരപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് സ്നാനപ്പെട്ട് ദൈവസന്നിധിയിൽ വന്നു കഴിയുമ്പോൾ അവരുടെ ബന്ധുജനങ്ങളെ കാണുമ്പോൾ, അവരുടെ കൂട്ടുകാരെ കാണുമ്പോഴൊക്കെയും ഒരുപക്ഷെ ഒരുപാട് കഷ്ടത അനുഭവിച്ച വിശ്വാസികളായ ജനങ്ങൾ അവരുടെ ബന്ധുജനങ്ങളിൽ നിന്ന് അവർ തഴയപ്പെടുന്നതായി കാണാം. നമ്മൾ ഭ്രമിച്ചു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ പെരുമാറ്റം കാണുമ്പോൾ കർത്താവ് പറയുന്നത്, നീ ഭ്രമിച്ചു പോകണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. എനിക്കറിയാവുന്ന ഒരു സഹോദരിയുണ്ട്. അവർ 15 വർഷം കുവൈറ്റിൽ ഹെഡ് നേഴ്സായിട്ട് ജോലി ചെയ്ത് നല്ല ശമ്പളമുണ്ട്. അവർ ആ 15 വർഷവും അവർക്ക് കിട്ടുന്ന പണം മുഴുവനും അവരുടെ ഭർത്താവിന് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഒടുവിൽ അവർ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ ഒരു വലിയ എമൗണ്ടും, അവിടെയൊക്കെ ഇവിടുത്തെ മാതിരിയുള്ള മന്ത്ലി പെൻഷനൊന്നുമില്ല, റിട്ടയർ ചെയ്യുമ്പോൾ ഒരു വലിയ എമൗണ്ട് കിട്ടുകയാണ്. ആ എമൗണ്ട് എല്ലാം തൻ്റെ ഭർത്താവിന് അയച്ചു കൊടുത്തു. ഒടുവിൽ ഒരുമിച്ച് ജീവിക്കാനായിട്ട് അവർ നാട്ടിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ആ ഭർത്താവിൻ്റെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ഭ്രമിച്ചു പോയി. അതിനാണ് ഭ്രമിച്ചു പോവുക എന്ന് പറയുന്നത്. കാരണം അവർ ഒരു ഹൈന്ദവ സ്ത്രീയായിരുന്നു. അവർ പെന്തക്കോസ്ത് സഭയിലേക്ക് മാറി. മാറിയ നിമിഷം മുതൽ അയാൾ ഇവർ ത്രട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇവരെ അയച്ച ഒരു നയാ പൈസ പോലും കൊടുക്കുകയില്ല. ഡൈവോഴ്സ് വേണമെന്ന് പറഞ്ഞ് കേസും കൊടുത്തു. കോടതിയിൽ ആ കേസ് ജയിക്കുകയും ചെയ്തു. അവർ ഡൈവോഴ്സ് ചെയ്യാൻ ഇയാൾക്ക് അധികാരം കൊടുത്തു. അപ്പോൾ ഇവർ സമ്പാദിച്ച പണം മുഴുവൻ ഇയാൾ വാങ്ങിയിരിക്കുകയാണ്. ആ പണം കൊണ്ട് ഇയാൾ വലിയ തോട്ടങ്ങളും വലിയ ഭവനമൊക്കെ പണിത് ആനന്ദിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് ഇവരുണ്ടാക്കിയ പൈസയിൽ നിന്ന് ഒരു നയ പൈസ പോലും ഇയാൾ തിരിച്ചു കൊടുക്കുകയില്ല. കോടതിയിൽ വീണ്ടും കേസിന് പോയപ്പോൾ അതിൽ പ്രധാനപ്പെട്ട അഡ്വക്കേറ്റ് പറഞ്ഞു, നിങ്ങൾ വാദിച്ചിട്ട് കാര്യമില്ല, കാരണം വിവാഹ ഉടമ്പടി നിങ്ങളാണ് ലംഘിച്ചത്. നിങ്ങൾ ഒരു ഹൈന്ദവ ജാതി ആയിരുന്നപ്പോൾ നടത്തിയ വിവാഹമാണ്, ഹൈന്ദവ ആചാരപ്രകാരം നടത്തിയ വിവാഹമാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു കാരണവശാലും 10 പൈസ പോലും കിട്ടത്തില്ല എന്ന് പറഞ്ഞ് കോടതി അവരെ വെറും കൈയോടെ തള്ളിക്കളഞ്ഞു. അവർ ഈ സ്വർണ്ണപ്പണിയൊക്കെ ചെയ്യുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ഇമ്മാനുവൽ ഫെയ്ത്ത് മിനിസ്ട്രിയിലെ ഒരു വിശ്വാസിയുമായിരുന്നു. അവർ ഭ്രമിച്ചു പോയില്ല. അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഒടുവിൽ ഈ മനുഷ്യൻ്റെ മനസ്സ് മാറിയിട്ട് ഇദ്ദേഹം തന്നെ അവർക്ക് ഇയാൾ മേടിച്ച തോട്ടത്തിൽ നിന്ന് ഒരു 10 ഏക്കർ ഏലത്തോട്ടം ഇവർക്ക് എഴുതി കൊടുത്തു. കൂടാതെ ഒരു 10 ലക്ഷം രൂപയും അവർക്ക് കൊടുക്കുവാനിടയായി തീർന്നു. ഈ സമയത്തിനകത്ത് തന്നെ അവർക്ക് തമിഴ്നാട്ടിൽ ഒരു നല്ല ജോലിയും ലഭിച്ചു. അവരുടെ നാട്ടിൽ 10 സെൻറ്റ് സ്ഥലവും മേടിച്ച് ഒരു ദൈവത്തിൻ്റെ ആലയവും പണിത് അവിടെയുള്ള പലരെയും നേടുവാനും അവർക്ക് ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇതുപോലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ നാം ഭ്രമിച്ചു നോക്കണ്ട, കാരണം ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്ന് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി നമുക്ക് ഉൽപ്പത്തി പുസ്തകം 29-25 നോക്കാം. അനേക ഭക്തന്മാർ ഇതുപോലെ ഭ്രമിച്ചതായിട്ട് നമ്മുടെ തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്.
ഉൽപ്പത്തി പുസ്തകം 29:25. നേരം എടുത്തപ്പോൾ അതിൽ ലേയ എന്ന് കണ്ട് അവൻ ലാബാനോട്, നീ എന്നോട് ചെയ്തത് എന്ത്? റാഹേലിന് വേണ്ടി അല്ലയോ ഞാൻ നിന്നെ സേവിച്ചത്? നീ എന്തിനെന്നെ ചതിച്ചു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം അത്. ഹല്ലേലൂയ. യാക്കോബ് റാഹേലിനെയാണ് സ്നേഹിച്ചത്. അവന് റാഹേലിനെ സ്നേഹിച്ചതുകൊണ്ട് ലാബാൻ അവനോട് പറഞ്ഞു, നീ 7 വർഷം എനിക്ക് വേണ്ടി വേല ചെയ്യുക, 7ാമത്തെ വർഷം ഞാൻ എൻ്റെ മകളെ നിനക്ക് വിവാഹം കഴിച്ചു തരാം. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. സ്ത്രീധനം മേടിച്ചല്ല കല്യാണം കഴിക്കുന്ന, സ്ത്രീധനം അങ്ങോട്ട് കൊടുക്കണം. അതൊരു വലിയ എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ 7 വർഷം ഇവൻ അടിമയായിട്ട് ലാബാന് ജോലി ചെയ്ത് 7ാമത്തെ വർഷം, ആ 7 വർഷം അവന് വളരെ പെട്ടെന്ന് കടന്നു പോകാൻ ഇടയാത്തിരുന്നു. കാരണം അവൻ റാഹേലിനെ സ്നേഹിച്ചതുകൊണ്ട്. അവൻ അപ്രകാരം ആ 7 വർഷം വളരെ പ്രതീക്ഷയോടുകൂടി തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അന്ന് അവൻ്റെ വിവാഹം നടന്നു. മണിയറയിലേക്ക് 2 പേര് പോയി. നേരം വെളുത്താണ് അറിഞ്ഞത് അത് റാഹേലല്ല, ലേയായിരുന്നു എന്ന്. യാക്കോബ് ഭ്രമിച്ചു പോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ വഞ്ചനയിലകപ്പെട്ടു. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, നീ ഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അവന് വീണ്ടും റാഹേലിനെ അവന് ഭാര്യയായി ലഭിക്കുവാൻ ഇടയായി തീർന്നു. അവൻ സമ്പന്നനായി തീർന്നു. അവൻ്റെ മക്കളുണ്ടായിത്തീർന്നു. അവൻ്റെ 12 മക്കൾ നമ്മുടെ സഭയുടെ നെടും തൂണുകളായി തീരുവാനും ഇടയായി തീർന്നു. ഇസ്രായേൽ എന്ന പേര് അവന് ലഭിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറഞ്ഞത്, നീ ഭ്രമിച്ചു പോകണ്ട. നാം ഭ്രമിക്കുമ്പോൾ മറ്റൊരു ചിന്തയിലേക്ക് നാം പോകേണ്ട ആവശ്യമില്ല. ഭ്രമിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് വരുമ്പോൾ, കാരണം കർത്താവ് പറയും, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ ഭ്രമിച്ചു നോക്കണ്ട. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് മോശയുടെ കാര്യങ്ങൾ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 11:13-15 വാക്യം. സംഖ്യാപുസ്തകം 11:13-15, 13 മുതൽ 15 വരെയുള്ള വാക്യത്തിൽ, ഈ ജനത്തിനൊക്കെ കൊടുപ്പാൻ എനിക്ക് എവിടെ നിന്ന് ഇറച്ചി കിട്ടും? അവരിതാ ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി തരിക എന്ന് എന്നോട് പറഞ്ഞു കഴിയുന്നു. ഏകനായ ഈ സർവ്വജനത്തെയും വഹിപ്പാൻ എന്നെ കൊണ്ട് കഴിയുന്നതല്ല, അത് എനിക്ക് അതിഭാരമാകുന്നു. ഇങ്ങനെ എന്നോട് ചെയ്യുന്ന പക്ഷം ദൈവവിചാരിച്ച് എന്നെ കൊന്നുകളയണമേ എന്റെ അരിഷ്ടത ഞാൻ കാണരുതേ. ആമേൻ. ഹല്ലേലൂയ. മോശ ദൈവം പറഞ്ഞ അനുസരിച്ച് ഇസ്രായേൽ ജനങ്ങളെല്ലാം മരുഭൂമിയിലൂടെ നടത്തി. വളരെയേറെ ത്യാഗങ്ങളും കഷ്ടതകളും സഹിച്ചാണ് മോശ അവരെ നടത്തുന്നത്. തൻ്റെ ഭക്ഷണകാര്യങ്ങളെക്കുറിച്ച് അവൻ ചിന്തിക്കാറില്ല. ഈ ജനങ്ങൾക്ക് വേണ്ടി അവൻ ഈ ജനങ്ങളെയൊക്കെയും കനാനിലെത്തിക്കുന്നതിന് വേണ്ടി കർത്താവ് പറഞ്ഞതുകൊണ്ട് കർത്താവിന് വേണ്ടി മോശ കഷ്ടത സഹിക്കുക. പക്ഷെ മോശയ്ക്ക് സഹിക്കാൻ കഴിയാവുന്നതിൻ്റെ അപ്പുറം ഈ ജനങ്ങളെല്ലാം വന്ന് മോശയോട് എതിർക്കുകയാണ്. നീ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ വന്നത്, എന്നിട്ട് ഞങ്ങൾക്ക് തിന്നാൻ ഇറച്ചി എവിടെ എന്നൊക്കെ പറഞ്ഞ് ഈ ജനങ്ങളെ എല്ലാം ഒരുമിച്ച് മോശ ആക്രമിക്കുക. മോശ പ്രയാസപ്പെട്ടു, ഭ്രമിച്ചു പോയി. പക്ഷേ മോശ ഭ്രമിച്ച് തളർന്നു പോയില്ല. മോശ പ്രയാസപ്പെട്ടു പോയെങ്കിലും മോശ ദൈവത്തിൽ ആശ്രയം വെച്ചു. കർത്താവേ, ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ലല്ലോ. കർത്താവിൻ്റെ മറുപടി ഉടനെ തന്നെ വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. കാടപ്പക്ഷികളൊക്കെയും താഴ്ന്നു പറക്കത്തക്ക രീതിയിൽ കർത്താവ് കാര്യങ്ങൾ ചെയ്തു. ആ ഇസ്രായേൽ മക്കൾക്കൊക്കെയും ഇറച്ചി വയറു നിറ ലഭിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. കർത്താവ് തൻ്റെ ദാസനോട് പറഞ്ഞ്, നീ ഭ്രമിച്ചു പോകേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞാൽ അത് അതുപോലെ തന്നെ സത്യമാണ്. ആ വാക്യം സത്യമാണ്. ഹല്ലേലൂയ. കർത്താവ് പറയുന്ന വാക്കിനെ നമ്മൾ വിശ്വസിക്കണം. നാം വിശ്വസിച്ചില്ല എങ്കിൽ നമുക്ക് കർത്താവിനോട് സ്നേഹമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. അത് ഒരു പാപവുമാണ്. കർത്താവ് പറയുന്നത് നാം വിശ്വസിച്ചില്ല ഇല്ലെങ്കിൽ അതൊരു പാപവുമാണ്. ഹല്ലേലൂയ. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കർത്താവ് എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് കർത്താവ് പറഞ്ഞാൽ നാം അതേ അർത്ഥത്തിൽ തന്നെ നാം എടുത്തില്ല എങ്കിൽ നാം ദൈവത്തോട് സ്നേഹമില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. നാം പാപം ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ വാക്കുകൾ നമുക്ക് 100% വിശ്വസിക്കാം. ഹല്ലേലൂയ. പക്ഷേ നാം ഭ്രമിക്കുന്ന സമയത്ത്, ഭയപ്പെടുന്ന സമയത്ത് അപ്പോൾ തന്നെ അതിന് മറുപടി കിട്ടിയെന്ന് വരികയില്ല. ഹല്ലേലൂയ. പക്ഷേ എന്നാൽ നാം ഭ്രമിച്ച് തളർന്നു പോകാതെ വണ്ണം ദൈവം നമ്മെ സൂക്ഷിക്കണമെങ്കിൽ ആ കർത്താവിൻ്റെ വാക്കിനെ വിശ്വസിച്ച് നാം മുന്നിലേക്ക് നീങ്ങണം. ഹല്ലേലൂയ. ചിലപ്പോൾ നീങ്ങാൻ കഴിയുകയില്ല എന്ന് തോന്നിക്കാം.
അല്ലെങ്കിൽ തോന്നിപ്പിക്കും. പക്ഷേ ഇല്ല, കർത്താവ് എന്നെ കൈവിടുകയില്ല, ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ ഭ്രമിച്ചു പോകേണ്ട ആവശ്യമില്ല എന്ന് കർത്താവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്കറിയാം, അതുപോലെ 1 രാജാക്കന്മാർ 19:1-5 വരെയുള്ള വാക്യത്തിൽ, 1 രാജാക്കന്മാർ 19:1-5 വരെയുള്ള വാക്യത്തിൽ അവിടെ നമുക്ക് ഏലിയാവിനെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഏലിയാവ് ചെയ്തൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ടുവന്ന ദൂരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. അവൻ ഭയപ്പെട്ടു എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്ക് ഉൾപ്പെട്ട ബേർശേബയിൽ ചെന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചയുടെ തണലിലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി, യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ഏലിയാവിനെ കണ്ടു. ഹല്ലേലൂയ. ഏലിയാവ് കർത്താവിന് വേണ്ടി കർത്താവ് മാത്രമാണ്, ദൈവം മാത്രമാണ് യഥാർത്ഥ ദൈവമെന്ന്, യഹോവ മാത്രമാണ് യഥാർത്ഥ ദൈവമെന്ന് തെളിയിക്കുവാൻ, ഹല്ലേലൂയ, വലിയ വീരപ്രവൃത്തി അവിടെ ചെയ്യുവാൻ ഇടയായി തീർന്നു യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. എന്നാൽ അതിനുശേഷം അവൻ ആ കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്ത് തീർത്തപ്പോൾ അവനെതിരെ ഭയങ്കരമായ ശത്രുത ഉണ്ടാവാൻ ഇടയായി തീർന്നു. കർത്താവിന് വേണ്ടി പ്രവൃത്തികൾ ചെയ്യുമ്പോൾ വരുന്ന ശത്രു നിസ്സാരക്കാരായിരിക്കല. ആ രാജ്യത്തെ രാജ്ഞി തന്നെ എഴുന്നേറ്റു, നിന്നെയും ഞാൻ എൻ്റെ 850 പ്രവാചകന്മാരെ കൊന്ന പോലെ 24 മണിക്കൂറിനകത്ത് നിന്നെയും ഞാൻ കൊന്നില്ലെങ്കിൽ എന്ന് ഭീഷണിപ്പെടുത്തുവാനിടയായി തീർന്നു. ഏലിയാവ് പേടിച്ചു പോയി, ഏലിയാവ് ഭയപ്പെട്ടു പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഏലിയാവ് ഭ്രമിച്ചു പോയി, ഏലിയാവ് ഭയപ്പെട്ടു പോയി. ഹല്ലേലൂയ. പക്ഷേ ഏലിയാവിനറിയാം, ഭക്ഷണമില്ലാതെ വിശന്ന് ദാഹിച്ച് നടക്കേണ്ട അവസരത്തിൽ ഇസ്രായേൽ രാജ്യം മുഴുവൻ പട്ടിണിയിലായിരുന്നപ്പോൾ, അവിടുത്തെ മൃഗങ്ങൾ പോലും ഭക്ഷണമില്ലാതെ വിഷമിച്ചപ്പോൾ, തനിക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും കുറവില്ലാതെ തനിക്ക് ഭക്ഷണവും വെള്ളവും തന്ന ദൈവം, ഹല്ലേലൂയ, ആ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം മാത്രമാണ് ചെയ്തതൊക്കെയുമെന്ന് ഏലിയാവിനറിയാം. ഹല്ലേലൂയ. എങ്കിലും ഏലിയാവ് പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങ് മരിക്കുന്നതാണ് നല്ലത്. ഹല്ലേലൂയ. മറ്റുള്ള ദുഷ്ടശക്തികളുടെ കരം കൊണ്ട് മരിക്കുന്നതിനേക്കാൾ നല്ലത് കർത്താവേ, നീ തന്നെ എന്നെ അങ്ങ് കൊന്നുകളയണമേ എന്ന് മോശ പറഞ്ഞതുപോലെ ഏലിയാവും പറയുവാനിടയായി തീർന്നു. മരിക്കുന്നതാണ് എനിക്ക് നല്ലത് എന്ന് പറയുവാനിടയായി തീർന്നു. പക്ഷേ ആ ഏലിയാവിനെ ദൈവം എങ്ങനെയാണ് മാനിപ്പിച്ചത്? അശ്വരഥങ്ങളെ, അഗ്നി അശ്വങ്ങളെ ഇറക്കി ഉടലോടെ തന്നെ, ജീവനോടെ തന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ നീ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ നീ ഭ്രമിച്ചു പോകേണ്ട ആവശ്യമില്ല, നീ ഭയപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. കർത്താവ് നിൻ്റെ കൂടെയുണ്ട്, അവൻ നിൻ്റെ ദൈവമാകുന്നു. ഹല്ലേലൂയ. ഇനി ഞാൻ നിന്നെ ശക്തീകരിക്കും, ഐ വിൽ സ്ട്രെങ്തൻ യു. കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുക, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. പിന്നെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഐ വിൽ സ്ട്രെങ്തൻ യു എന്ന് പറഞ്ഞാൽ ഐ വിൽ സ്ട്രെങ്തൻ യുവർ പൊസിഷൻ, ഐ വിൽ സ്ട്രെങ്തൻ യുവർ വെൽത്ത്. നിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളിൽ നീ പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയാണോ? ഐ വിൽ സ്ട്രെങ്തൻ യുവർ വെൽത്ത്. ജോലിയില്ലാതെ നീ പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയാണോ? ഐ വിൽ സ്ട്രെങ്തൻ യുവർ ജോബ് പൊസിഷൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരോഗ്യപരമായി രോഗത്താൽ നീ ഭലയുന്ന ഒരു വ്യക്തിയാണോ? ഐ വിൽ സ്ട്രെങ്തൻ യുവർ ഹെൽത്ത്. ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്ന് പറഞ്ഞാൽ അതാണ്, ഐ വിൽ സ്ട്രെങ്തൻ യുവർ ഹെൽത്ത്. നിൻ്റെ ശരീരത്തിൻ്റെ സെല്ലുകളൊക്കെയും ചില രോഗാണുക്കൾ നശിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, അനേക സെല്ലുകൾ രോഗാണുക്കൾ നശിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. നിൻ്റെ ശരീരത്തിൽ സെല്ലുകൾ കുറവാണ്. ഹല്ലേലൂയ. എന്നാൽ ഇനി ഐ വിൽ സ്ട്രെങ്തൻ യുവർ ഹെൽത്ത്. എങ്ങനെ? ഞാൻ ഇനി കൂടുതൽ ശക്തിയുള്ള സെല്ലുകളെ ഞാൻ നിൻ്റെ ശരീരത്തിലേക്ക് പകരം തരിക. ഹല്ലേലൂയ. ആ സെല്ലുകളെ തൊടുവാൻ ഒരു ശത്രുവിൻ്റെ ഒരു അണുക്കൾക്കും സാധ്യമല്ലാത്ത രീതിയിൽ ഐ വിൽ സ്ട്രെങ്തൻ യുവർ ഹെൽത്ത്. ഹല്ലേലൂയ. അത്ഭുതം കർത്താവിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജോയിച്ചാൻ്റെ രോഗം മാറുകയാണ്. ഹല്ലേലൂയ. ഐ വിൽ സ്ട്രെങ്തൻ യുവർ ഹെൽത്ത്. നിൻ്റെ ശരീരത്തിൻ്റെ സെല്ലുകളെ, ഞാൻ പുതിയ സെല്ലുകളെ ഞാൻ നിൻ്റെ ശരീരത്തിലേക്ക് പകരുക. ഹല്ലേലൂയ.
ഐ വിൽ സ്ട്രെങ്തൻ യുവർ ഫാമിലി. നിന്റെ കുടുംബ ബന്ധങ്ങൾ ഉലയുന്ന അവസ്ഥയിലാണോ? ഐ വിൽ സ്ട്രെങ്തൻ യുവർ ഫാമിലി. നീ എനിക്ക് വേണ്ടി വേല ചെയ്തവനല്ലേ. ഐ വിൽ സ്ട്രെങ്തൻ യുവർ ഫാമിലി. നിന്റെ മിനിസ്ട്രി, നീ ഇതുവരെ നിന്റെ മിനിസ്ട്രിയിൽ നീ വേല ചെയ്തിട്ട് നിന്നെ ആരും മാനിക്കുന്നില്ല. ഹല്ലേലൂയ. ഒരു പുതിയ ശുശ്രൂഷ ഞാൻ നിനക്ക് തരികയാണ്. ഐ വിൽ സ്ട്രെങ്തൻ യുവർ മിനിസ്ട്രി. ഹല്ലേലൂയ. ഐ വിൽ honor you in this country and I will honor you in your country. I will honor you in the foreign countries. I will strengthen you. Hallelujah. കർത്താവ് അങ്ങനെയാണ് നമ്മളെ ശക്തീകരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ എൻ്റെ നീതിയുള്ള വലം കൈയാൽ നിന്നെ താങ്ങും. ഹല്ലേലൂയ. നിനക്കെപ്പോഴാണ് സഹായം ആവശ്യമായിരിക്കുന്നത്? ഹല്ലേലൂയ. ഞാൻ നിന്നെ സഹായിക്കും. നീ നിറയ്ക്കുവോളം ഞാൻ നിന്നെ നടത്തും. ഹല്ലേലൂയ. ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ എൻ്റെ നീതിയുള്ള വലം കരത്താൽ ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. കർത്താവ് 10 കൽപ്പനകൾ എഴുതിയ കർത്താവിൻ്റെ വലം കൈയാണ്. ആ വലം കൈയിൽ കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരെ കർത്താവ് താങ്ങും. ഹല്ലേലൂയ. ഇന്ന് ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമെല്ലാം വളരെയധികം വർദ്ധിച്ചുവെങ്കിലും മനുഷ്യൻ വീണ്ടും ഭയത്തിൻ്റെ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഹല്ലേലൂയ. ആസാഫ് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോഴാണ് അവൻ ആശ്വാസം കണ്ടെത്തുവാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു, നിന്റെ വലം കൈ കൊണ്ട് നീ എന്നെ പിടിച്ചിരിക്കുന്നു എന്ന് ആസാഫ് പറയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. മേഘസ്തംഭവും ഒരുക്കി, അഗ്നിസ്തംഭവും ഒരുക്കി നടത്തുന്നവനായ ദൈവം. ഹല്ലേലൂയ. മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ നാം സ്വർഗ കനാനിലേക്ക് എത്തേണ്ടതിനായി ഈ മരുഭൂമിയിലൂടെയാണ് നാം യാത്ര ചെയ്യുന്നത്. മരുഭൂമിയിലൂടെ, അന്ന് ഇസ്രായേൽ മക്കൾ നടന്ന മരുഭൂമി പോലെയുള്ള മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ ആ മരുഭൂമിയിലെ മണലിന് വളരെ ചൂടുണ്ട്. ആ ചൂട് മണലിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ കാലൊക്കെ പൊള്ളിപ്പോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ 20 ലക്ഷം ജനങ്ങൾ മരുഭൂമിയിലൂടെ നടക്കുക. ഒരുപക്ഷെ അവരുടെ കാലിലൊക്കെ ചെരുപ്പുണ്ടായിരിക്കാം. പക്ഷേ വീണ്ടും പുതിയ തലമുറ ഉണ്ടായല്ലോ, അവർക്കൊന്നും ചെരുപ്പില്ലല്ലോ. അവരൊക്കെ ചെരുപ്പില്ലാതെ, ചെരുപ്പുണ്ടെങ്കിൽ തന്നെ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ അവരുടെ കാലുകൾ പൊള്ളിപ്പോകുവാനിടയായിത്തീരുന്നു. മണൽ കാറ്റടിക്കുമ്പോൾ ശരീരം മുഴുവനും, ഹല്ലേലൂയ, വലിയ ഇറിറ്റേഷൻ ഉണ്ടാകും, അലർജി ഉണ്ടാകും. ഹല്ലേലൂയ. അപ്രകാരം നീ നടക്കുമ്പോൾ നടക്കാൻ നിന്നെ അനുവദിക്കാതെ വണ്ണം മേഘസ്തംഭം ഒരുക്കി നിന്നെ നടത്തുന്നവനായ ദൈവമാ. ഹല്ലേലൂയ. രാത്രിയിൽ അഗ്നിസർപ്പങ്ങളൊക്കെ വരുന്ന സമയത്ത്, ഹല്ലേലൂയ, നീ പിറുപിറുക്കുന്നതിന് മുമ്പ്, ഹല്ലേലൂയ, നിനക്ക് അഗ്നി തൂണായിട്ട് ആകാശത്ത് വെളിച്ചം പകർന്ന് അഗ്നി തൂണായിട്ട് കർത്താവ് തൻ്റെ ദൂതന്മാരെ തന്നെ ഇറക്കി നിന്നെ നടത്തിയതാ. ഹല്ലേലൂയ. ഇന്നും അതുപോലെ കർത്താവിൻ്റെ ദൂതന്മാർ നമുക്ക് രക്ഷിക്കപ്പെടുന്ന ദൈവമക്കൾക്ക് അവർക്ക് സഹായകരായിട്ട് ദൈവദൂതന്മാരെ കർത്താവ് അയച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അന്നത്തെ പോലെ തന്നെ ഇന്നും, ഹല്ലേലൂയ, കർത്താവ് നമ്മെ തൻ്റെ ദൂതന്മാരെ അയച്ച് കാത്തുകൊള്ളുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഐ വിൽ സ്ട്രെങ്തൻ യു. ഹല്ലേലൂയ. ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ നിന്നെ താങ്ങും. ഹല്ലേലൂയ. ഒരിക്കൽ അമേരിക്കയിൽ 1964 മരിച്ചുപോയ ഒരു വളരെ പ്രശസ്തനായ ഒരു ഫിലോസഫറും ചിന്തകനും എഴുത്തുകാരനും ഉണ്ടായിരുന്ന ഹെൻറി ടൈലർ. അദ്ദേഹം തൻ്റെ ചെറിയ പ്രായത്തിൽ 12 വയസ്സ് പ്രായമുള്ളപ്പോൾ ആ ബാലന് ഭയങ്കര ആഗ്രഹം. തൻ്റെ പിതാവ് സൗത്ത് ഒഹായോയിൽ ഒരുപാട് കനികളുണ്ട്, ഈ കനികളുടെ അടിയിലേക്കൊന്ന് ഇറങ്ങി കാണണമെന്നൊരാഗ്രഹം. ചെറിയ ബാലന് അത് സാധിപ്പിച്ചു കൊടുക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. എങ്കിലും അവൻ്റെ പ്രയാസം കാരണം അവൻ്റെ പിതാവ് സമ്മതിച്ചു. അവനെ കൊണ്ടുപോയി ഈ ഖനിയുടെ അടിയിലേക്ക് കൊണ്ടുപോകാനിടയായി തീർന്നു. അന്ന് ഇന്നത്തെ പോലുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ഇരുമ്പ് ചങ്ങലയിൽ ഒരു ചെറിയ പെട്ടിക്കകത്ത് ഇറക്കി അവരപ്പനും മകനും താഴത്തേക്ക് ഇറങ്ങി. അതൊരുപാട് താഴെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓക്സിജൻ്റെ ലെവലൊക്കെ കുറയാൻ തുടങ്ങി, അതുപോലെ വെളിച്ചം കുറയാൻ തുടങ്ങി. ഈ സമയത്ത് ആ ബാലൻ വളരെ ഭയപ്പെട്ടു പോയി. ഹല്ലേലൂയ. അപ്പോൾ ഈ പിതാവ് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടല്ലോ. ഈ പയ്യന്, ഈ ഹെൻറി ടൈലർ തൻ്റെ പിതാവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. അവൻ അതിനടിയിൽ പോയി എല്ലാം കണ്ട്, ചെറിയ പ്രകാശത്തിൽ അതെല്ലാം കണ്ട് തിരിച്ചു വരുവാനിടയായി തീർന്നു. അത് അവൻ്റെ ജീവിതത്തിൽ അവൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ്. അവൻ വലിയ പ്രശസ്തനായപ്പോൾ, അവൻ യൗവനക്കാരനായി വളർന്നപ്പോൾ അവന്
പഠിത്ത കാര്യത്തിലൊക്കെയും അവന് മറ്റുള്ള കാര്യങ്ങൾ, ലോക കാര്യങ്ങളിൽ നിന്നൊക്കെ അവന് ഒരുപാട് പ്രയാസമുണ്ടായപ്പോൾ അവനെപ്പോഴും അവൻ പഠിച്ച ഒരു കാര്യമാണ്, പ്രതിസന്ധി ഘട്ടങ്ങളിൽ തൻ്റെ പിതാവിനെ അവൻ കെട്ടിപ്പുണർന്നതുപോലെ അവൻ ദൈവത്തിൽ ആശ്രയം വെച്ചു. അവൻ വിശുദ്ധ ബൈബിൾ എടുത്ത് വായിക്കുവാൻ തുടങ്ങി. അങ്ങനെ കർത്താവിൽ അവൻ ആശ്രയം വെച്ചു. അവൻ ദൈവത്തെ, തൻ്റെ പിതാവിനെ അവൻ കെട്ടിപ്പിടിച്ചതുപോലെ, തൻ്റെ പിതാവ് തൻ്റെ അടുത്തുണ്ടായിരുന്നപ്പോൾ അവന് ധൈര്യം വന്നതുപോലെ, തൻ്റെ പിതാവായ കർത്താവ് അവൻ്റെ സമീപത്തുള്ളതുപോലെ അവന് തോന്നിയതുകൊണ്ട് അവൻ പഠിക്കാൻ വളരെ മിടുക്കനായി തീർന്നു. അവൻ്റെ പ്രതിസന്ധികളൊക്കെ മാറുവാനിടയായി തീർന്നു. ആ മനുഷ്യനെപ്പോഴും തൻ്റെ പുസ്തകങ്ങളിലും മറ്റും എഴുതാറുണ്ട്, ഞാൻ യേശുവിനെ കണ്ടത് ഖനിയുടെ അടിയിൽ വെച്ചാണ് എന്ന്. ഹല്ലേലൂയ. അപ്പോൾ ഭയം വരുന്നത് കർത്താവിനെ കാണുവാൻ വേണ്ടിയാണ്. പക്ഷെ അത് ഹല്ലേലൂയ, അത് കർത്താവ് പറഞ്ഞ നല്ല രീതിയിൽ, നീ ഭയപ്പെടേണ്ട എന്ന രീതിയിൽ നാം എടുക്കുമ്പോൾ അത് വളരെ അനുഗ്രഹമായി മാറുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ഭയം വരുമ്പോൾ കർത്താവിനെ മുറുക്കെ പിടിക്കുക. അതുപോലെ ഒരിക്കൽ ഷൊർണൂറിൽ നിന്ന് കൊച്ചിൻ ഹാർബറിലേക്ക് പോകുന്ന ട്രെയിന് ഉണ്ടായിരുന്നു. അത് രാത്രി 10 മണിയാകുമ്പോഴാണ് എറണാകുളത്ത് സൗത്ത് ജംഗ്ഷനിൽ എത്തുന്നത്. അന്നൊക്കെ സൗത്ത് ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ അത് വീണ്ടും കൊച്ചിൻ ഹാർബറിലേക്ക് പോകുമായിരുന്നു. ഇന്നൊന്നും പോകത്തില്ല, അന്ന് പോകുമായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ എറണാകുളം സൗത്ത് ജംഗ്ഷനിൽ എത്തിയപ്പോൾ അതിൻ്റെ ഫ്രണ്ട് എഞ്ചിന് നേരെ പുറകിലുള്ള കമ്പാർട്ട്മെൻറ്റിൽ ഒരു ബാലൻ മാത്രമേ ഉള്ളൂ. ആ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉണ്ടായിരുന്നവരൊക്കെ ഇറങ്ങി. അപ്പോൾ അതിലൊരു നല്ല മനുഷ്യൻ ഈ ബാലനോട് ചോദിച്ചു, പയ്യനോട് ചോദിച്ചു, മോനെ നിനക്ക് ഭയമാവില്ല, നീ എങ്ങോട്ടാണ് പോകുന്നത്? അവൻ പറഞ്ഞു, ഞാനിതിൻ്റെ എൻഡ് വരെ പോവുകയാണ്. അപ്പോൾ നിനക്ക് ഭയമാവില്ലേ? ഇതിൻ്റെ പുറകിലത്തെ കമ്പാർട്ട്മെൻറ്റിലൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട്, ഞങ്ങൾ നിന്നെ അവിടെ കൊണ്ട് ഇരുത്താം, അല്ലെങ്കിൽ അവരോട് ഇങ്ങോട്ട് വരാൻ പറയാം. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് യാതൊരു ഭയവുമില്ല, ഞാൻ തനിച്ച് യാത്ര ചെയ്തോളാം. ഞാൻ തനിച്ചല്ല, ഈ വണ്ടി ഓടിക്കുന്നത് എൻ്റെ പിതാവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പിതാവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ വരുമ്പോൾ, ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ വരുമ്പോൾ ഒരു ഭയവും നമുക്കുണ്ടാകുകയില്ല. ഈ അന്ധകാര ശക്തികൾ നമ്മളെ പലതരത്തിൽ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ശരീരമായ ബന്ധനങ്ങൾ, രോഗങ്ങളൊക്കെയും അഴിച്ചു വിട്ടുകൊണ്ട് നമ്മളെ ഭയപ്പെടുത്തുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ആ ബാലൻ പറഞ്ഞ പോലെ, ഈ വാഹനം ഓടിക്കുന്നതിൻ്റെ പിതാവാണ്, അതുകൊണ്ട് എനിക്ക് ഭയമില്ല. ഈ ലോക ജീവിതത്തിൽ നാം യാത്ര ചെയ്യുന്നത് നമ്മുടെ പിതാവിൻ്റെ കൂടെയാണ് എന്നൊരു ചിന്ത നമ്മളിൽ വരുമ്പോൾ നാം ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല. ഹല്ലേലൂയ. യെശയ്യാ 40:30-31 പറയുന്നു, ഹല്ലേലൂയ, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം കർത്താവിനോട് ചേർന്ന്, ഹല്ലേലൂയ, കർത്താവിനോട് ചേർന്ന് നാം നടക്കുകയാണെങ്കിൽ നമുക്കൊരു ഭയമുണ്ടാകില്ല, ഒരു ഭയവും നമ്മെ ഒന്നും ചെയ്യുകയുമില്ല. ഹല്ലേലൂയ. ഏകനാണെന്ന ചിന്തയാണ് പലപ്പോഴും ഭയം കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. നാം ഏകനല്ല, നമ്മോട് കൂടെ കർത്താവുണ്ട്, യേശു നമ്മുടെ കൂടെയുണ്ട് എന്നൊരു ചിന്തയാൽ നമുക്ക് മുന്നിലേക്ക് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.